ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗെയിമർ ഗൈസ്. അപ്പം നമ്മളിത് പിന്നെയും വന്നിരിക്കണം നമ്മുടെ ഒരു പുതിയ വീഡിയോ ഇട്ട്. രാത്രി ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മുടെ CJ ചേട്ടൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ, ദുബായിൽ നിന്ന്, നമ്മുടെ ട്രെയിൻ സിറ്റിയിലോട്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകാം. ചേട്ടൻ വന്നത് തന്നെ കാണാം പഴയ വീട്ടിലോട്ടാണ്. അതുകൊണ്ട് നേരെ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകാം. ശരി, ഈ കയറ്റാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമല്ലാതെ. എനിക്ക് ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും ബൈക്ക് കയറ്റണം, അത് എപ്പോൾ എന്നാലും പറ്റത്തില്ല. നമുക്കൊന്നും കൂടെ ശ്രമിച്ചു നോക്കാം. ഓക്കെ, കയറ്റി എന്താ സന്തോഷം. അത് ഈ കയറ്റാൻ പറ്റൂല്ലെങ്കിലും കയറ്റിയ ഒരു സന്തോഷമുണ്ട്. എനിക്ക് ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ ഇങ്ങോട്ട് വാ. ആരുടെ കൂഴി വിളിക്കുന്നത്? നീയല്ല, സോറി. ഒന്നുമില്ല ചേട്ടാ, നമുക്ക് ട്രിപ്പ് കൊണ്ട് രാത്രി. പിന്നീടാ വേറൊരു കാര്യമുണ്ട്. എന്നെ ഇച്ചിരി നമ്മുടെ പുതിയ വീട്ടിലോട്ടാക്കി തരും. എനിക്ക് ഇച്ചിരി അവിടെ സാധനങ്ങൾ എടുക്കാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, പക്ഷേ സാധനങ്ങളെല്ലാം അവിടെ വെച്ചേക്കുന്നു. അതിനെന്ത് ചേട്ടാ, ഞാനിപ്പോൾ ആക്കി തരാമല്ലേ, വന്ന് കയറി, ഞാൻ ഇപ്പോൾ ആക്കി തരാം. അയ്യോ, നിൻ്റെ ബൈക്കിൽ കയറാൻ എനിക്ക് ചെറിയ പേടിയുണ്ട്. അതൊന്ന് നീ എവിടെയും കൊണ്ട് കൊണ്ടുപോയി തള്ളിയിടും. അതിനെന്തിനാ പേടിക്കുന്നത്? അമ്മച്ചി എൻ്റെ തല പോയേ ചേട്ടാ, ഒന്നും തോന്നല്ലേ, ഞാൻ ബ്രോയായതാണേ. സോറി ചേട്ടാ, എന്തിനാണ് നിന്റെ ബൈക്കിൽ കയറി അന്ന് തന്നെ ഞാൻ വന്ന് വീണ്. സോറി. അല്ല, നീ അങ്ങോട്ട് പോകണം, എന്നെയും കൂടെ കയറ്റി. സോറി, ഞാൻ മറന്നൊക്കെ പോയി. ഒന്ന് കയറിക്കോ. കയറി ഉണങ്ങിപ്പോയാട്ട അമ്മച്ചി, ഇതാണ്ട ചേറ്. അയ്യോ അയ്യോ അയ്യോ, ഇപ്പം ആ വേസ്റ്റ് ബില്ലിൽ പോയി എന്നെ കമ്മിറ്റ് ചെയ്യാൻ ഇച്ചിരി നല്ല പോലെ ഓടിച്ചൂടെടാ. ഇങ്ങനെ ചെയ്യാതെ അമ്മച്ചി. വീട്ടിൽ ഇനിയിപ്പോൾ ഞാൻ ചുമരത്തിരിക്കുമല്ല, അതെന്തൊരു ചുമരത്തിൽ ഇരിക്കുന്ന പറഞ്ഞാൽ കണ്ണാടി ചില്ല് വിട്ട് നിൻ്റെ ബൈക്കിൽ കയറിയിട്ട്. ഇറങ്ങ് നീ പോയി ഇച്ചിരി എടുത്തോണ്ട് വാടാ. മുകളിൽ ബാഗിൽ പോകുന്നുണ്ട്. മുകളിൽ ബാഗാ? അല്ലടാ, മുകളിൽ ബാഗ്. ഞാൻ തന്നെ പോയി എടുക്കണോ ചേട്ടാ? നീ തന്നെ പോയി എടുക്കണം. ഗൈസ്, എനിക്ക് ഇവിടുത്തെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പേടി ഈ പടിയാണ്. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ പടിയാണ് ഇവിടുത്തെ. ഇതെന്തിരിത്? എനിക്ക് കയറിയാൽ തന്നെ ഊട്ടിയെ കൂടെ മുഴഞ്ഞ് വീഴും, അതാണ്. പിന്നെ നേരെ ചൊവ്വ കയറാനും പറ്റത്തില്ല. ഗൈസ്, ഇപ്പം നമ്മളിതിൽ മുകളിലെത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ചാടിക്കിടന്നവനാ, ഇതൊക്കെ ചാടിക്കിടന്നവനാ ഈ AR ഗെയിമർ. അപ്പം ഗൈസ്, നമുക്ക് നേരെ പോയി എടുത്തോണ്ട് പോകാൻ. ചേട്ടൻ്റെ ഈ റൂമിലായിരിക്കും. ഇതെന്തൊരു മോണിറ്റർ? ഒരു കുറച്ചല്ല മോണിറ്റർ. നമുക്ക് വേഗം പോയി ബാഗ് എടുക്കാം ഗൈസ്. അപ്പം നമ്മളിത് പിന്നെ ബാഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വന്ന് വീഴായിരുന്നാൽ മതിയായിരുന്നു. വീഴാതെ അങ്ങനെ ലാൻഡ് ചെയ്തല്ല താഴോട്ട്, അത് മതി. ചേട്ടാ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവില്ല. നിൻ്റെ വീട്ടിലോട്ട്? എൻ്റെ വീട്ടിലോട്ടാ? നിൻ്റെ വീടല്ലേടാ ആ പഴയ വീട്? അതാ ഞാൻ വിചാരിച്ചു മൈക്കിളിൻ്റെന്ന്. അതിന് മൈക്കിളിൻ്റെ വീട് നിൻ്റെ അല്ലല്ലോ, മൈക്കിളിൻ്റെ അല്ലേ? ഊക്കാതെ ഞാൻ എന്താണ്ട് ഇപ്പോൾ കൊണ്ടാക്കി തരാം. കൊണ്ടാക്കണോ? അല്ലെങ്കിൽ ഞാൻ റൂട്ടിൽ ഇട്ടുകൊണ്ട് പോകും. സാരമില്ലടാ, ഞാൻ ഊബർ വിളിച്ച് നോക്കാം. വേണ്ടേ, ഞാൻ തന്നെ കൊണ്ടാക്കിക്കോളാം. ഇനി അതിന് പൈസ കൊടുക്കണം. അല്ല, പൈസ അത്രയല്ലേ, ഇത്ര സ്ഥലം വരെ ഡാ ഫ്രാങ്ക്ലിനെ, ഞാൻ നിനക്ക് പൈസ ഇച്ചിരി നീ ഇങ്ങനെ ഓടിക്കാതെ പതുക്കെ ഓടിക്കും. സോറി, ഐ ആം ദി പ്രോ. നോ, ഞാൻ ചെയ്തില്ല. ഞാൻ ഇന്നിങ്ങനെ പോകും. നമ്മൾ അനാഥനാണ്. അല്ല റിച്ചൊന്നും അല്ല. ഷിറ്റ്. സാരമില്ല, നീ കയറ്റിക്കൊണ്ടൊന്ന് എന്നെ വീട്ടിലാക്കിയാൽ മതി. ആ വീടായല്ലോ. ഞാൻ രാത്രി വരണം. ഞാൻ രാത്രി വരണ്ടേ? പിന്നെ വരാതെ ട്രിപ്പ് പോകാൻ പറ്റൂലല്ലോ. ബൈക്കിൽ വരണേ? ബൈക്കിലല്ല, ഞാൻ കാറിലെ ഒരു റോൾസ് റോയ്സിൽ. നീ ഇപ്പോൾ റോൾസ് റോയ്സ് മേടിച്ച്? അതൊക്കെ ഞാൻ മേടിച്ച്. അല്ല, ഇനി റോൾസ് റോയ്സിന് പണി കിട്ടുമോ ഗൈസ്? അറിയാൻ പറ്റത്തില്ല. നമുക്കെന്തെങ്കിലും രാത്രിയാകുന്ന വരെ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങണം. നമുക്കപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലോട്ടൊന്ന് കയറ്റിയേക്കാം. നമ്മുടെ മുകളിലോട്ട് ഇങ്ങോട്ട് കയറ്റുമ്പോൾ ആരെങ്കിലും വന്ന് എൻ്റെ വണ്ടിയിൽ ഇടിക്കാതെ വന്നാൽ മതിയായിരുന്നു. രാത്രി ഞാൻ വരുമ്പോൾ നമുക്ക് ചടഹമ്മച്ചി ഇതാ വന്ന് ഇടിച്ചു കുത്തി വന്ന് വീണേ പറഞ്ഞു കുത്തി വന്ന് വീണേ. ഇതെപ്പോഴും ഞാൻ ഈ ബതിലാടിയാൽ ഇങ്ങനെ തന്നെയല്ല എൻ്റെ അവസ്ഥ. ഇച്ചിരി മാറ്റിക്കൂടെ ദൈവമേ, ഇതാണ് എൻ്റെ രക്തം. നമുക്ക് എന്തായാലും അപ്പുറത്തോട്ടെടുത്ത് ചാടാം അമ്മച്ചി. ഗൈസ്, അപ്പം നമ്മളിത് നമ്മുടെ ബൈക്കെല്ലാം എവിടെ വെച്ചിട്ടുണ്ട്. ഇനി സ്വസ്ഥതമായിട്ട് പോയി ഒന്ന് കിടന്നുറങ്ങണം.
എന്നിട്ട് രാത്രി എണീറ്റ് ട്രിപ്പ് പോകണം. അത് നമുക്ക് നമ്മുടെ ബാഗ് ഇവിടെ വയ്ക്കാം ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്ക് കിടന്നൊന്ന് ഉറങ്ങാം ഗൈസ്. അങ്ങനെ രാത്രി ആയിരിക്കും നമുക്ക് നമ്മുടെ റോൾസ് റോയ്സ് നമ്മുടെ അറാവിൽ പോണ്ടേ ഗൈസ്. നമ്മുടെ റോൾസ് റോയ്സ് ഓടിക്കുന്ന വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പോവാം. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും പോകണ്ട, നമ്മുടെ ജോലിക്കൊന്നും പോകണ്ട. നമ്മൾ നാളെ രാവിലെ വരത്തുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വിടാം. ആരാടി ഞാൻ വന്നത് കണ്ടുകൂടായിരുന്നു. റോൾസ് റോയ്സ് വല്ല ജർക്കും പറ്റിയോ എന്തോ ഇത് മേടിച്ചോണ്ട് വന്നപ്പോഴേ പൊളിഞ്ഞതും തന്നെ ഒരാളിനെ ഇടിച്ചിട്ടേ നന്ദി. പിന്നെ എന്തിനാ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ഉണ്ടാണ്. ഈ റോട്ടിലോട്ട് എനിക്ക് റോൾസ് റോയ്സ് ഇറക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഇത് ഇങ്ങനെ കിടക്കുന്ന റോഡല്ലേ, അതുകൊണ്ട് വളയ്ക്കാനും വിളയ്ക്കാനും ഒക്കെ പാടാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ കയറ്റാം, നമ്മുടെ വീട്ടിലോട്ട് കയറ്റാം. ചേട്ടൻ മറ്റേ പുതിയ വീട്ടിലോട്ട് പോയാന്ന് ചെറിയൊരു സംശയം. അതുകൊണ്ട് നമുക്കൊന്ന് കയറി നോക്കാം. അല്ലെ നമുക്ക് കയറിയിട്ട് ചെയ്യാം, അല്ല വിളിക്കാം. ഇവിടെ നിന്ന് വിളിക്കാം. ചേട്ടാ അവിടെ പോയി. ഇങ്ങനെ ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മളെ റോൾസ് റോയ്സിൽ ട്രിപ്പ് തുടങ്ങാം ഗായ്സ്. ചേട്ടൻ അവിടെ പോയി. ഇവിടെ ഗൈസ് അങ്ങനെ നമ്മളിത് ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ലോസ് ആൻഡോസിലോട്ട് വരും ഗൈസ്. ഇവിടെയാണ് ഇടിക്കാൻ വരുന്നത്. മതി, അതാണ് ഏറ്റവും കൂടുതൽ ഫ്യൂല് പോലും കുഴപ്പമുണ്ട്. പക്ഷെ തന്നിരുത്. എടാ ഇവിടുത്തെ റോഡിനുള്ള പ്രശ്നമുണ്ട്. ഇവിടുത്തെ റോഡിന് ഇങ്ങനെ പ്രശ്നം. എനിക്ക് ചെറിയ പനിയുണ്ട് കേട്ടോ. ഇനി എനിക്കെന്തോ അല്ല ചേട്ടനൊന്നും വേണ്ട, എനിക്ക് ഓടിക്കാൻ കുറച്ച് പാടാ. ചേട്ടനും ഓടിക്കണം. ബട്ട് ഓടിക്കാൻ പോയായതുകൊണ്ട് റോൾസ് റോയ്സിൽ വല്ലതും പറ്റുമെന്ന് വിചാരിച്ചിട്ടാണല്ലേ ഓടിക്കാൻ പറഞ്ഞത്. അല്ല വേണ്ട. ചേട്ടൻ ഓടി സ്നേക്സ് ഇട്ട് ഒരു ഊക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് വിടാം. ഇവിടെയാണ് നമ്മുടെ ഹോട്ടല്. അപ്പോൾ നമുക്ക് ഹോട്ടലിലോട്ട് തന്നെ വിടാം. ഹോട്ടലിൽ നമുക്ക് താമസിക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് അറിയാവുന്ന ആരുണ്ടെന്ന് വെച്ചാൽ മൈക്കിളുണ്ട്. പക്ഷേ മൈക്കിള് ചത്തി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹോട്ടലിലോട്ട് തന്നെ പോകും. മൈക്കിളിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. അമ്മച്ചി ഇതാവുന്നേ ഇടിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പനിയാണെന്ന്. നീ പനിയല്ലല്ല. നീ ഒന്ന് ശ്വാസം മുടിച്ചേ. എവിടെയാടാ നിനക്ക് പനി? ചേട്ടൻ കണ്ടുപിടിച്ച് ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഈ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ഈ മൂക്കളെ ശബ്ദം കേൾക്കൂലേ, അതാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ഗൈസിന് ഗുഡ് നൈറ്റ്. നമുക്ക് നേരെ പോയി കിടന്നുറങ്ങാം ഗൈസ്. ഗുഡ് നൈറ്റ് ഗൈസ്. അങ്ങനെ രാവിലെ ചേട്ടൻ അവിടെ പോയി. ചേട്ടാ നീ എവിടെ പോയടാ ചേട്ടാ? ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഏതെങ്കിലും കള്ളന്മാർ ഇട്ടുകൊണ്ട് പോയെന്ന്. കള്ളന്മാരുടെ ഏരിയയില്ലേ എന്തൊരു ലോസ് ആൻഡോസാ. പിന്നെ നമ്മുടെ ഫ്രാങ്ക്ലിനൊക്കെ ഉള്ള നീയല്ലേ? അല്ല GTA 5 ഫ്രാങ്ക്ലിനൊക്കെ ഉള്ള മനസ്സിലായി. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണ്ടേ. നമുക്ക്. ചേട്ടാ പിന്നെ പൈസ കൊടുത്തായിരുന്നാ? ഏത് പൈസ? എന്തിനാ പൈസ? ഹോട്ടലിൽ കൊടുത്തില്ലേ? ഷട്ടപ്പ് യുവർ മൗത്ത്. പറ്റൂല. ഷട്ടപ്പ് യുവർ മൗത്ത് ഒന്ന് അമ്മച്ചി വന്ന് ഇടിച്ച്. ഞാൻ പറഞ്ഞില്ലേ ഷട്ടപ്പ് യുവർ മൗത്ത്. പറ്റൂലെന്നല്ല ഞാൻ പറഞ്ഞ. എന്നാൽ നേരെ നമ്മൾ IBD 3D സിറ്റിയിലോട്ട് വിട്. IBD 3D സിറ്റിയിലോട്ട് ഒന്ന് വിട്. പിന്നെ ഞാൻ അങ്ങോട്ടല്ലേ ചേട്ടാ പോണത്. ചേട്ടാ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? പ്ലീസ് നിങ്ങൾ തന്നെ പറ, ഞാൻ എന്ത് ചെയ്തത്? ഇവനെ കണ്ട് ഇച്ചിരി വീട്ടിലോട്ട് ഇട്ടാൽ മതിയായിരുന്നു. ജീവനോടെ വീട്ടിലോട്ട് എത്തിയാൽ മതി. ഇവൻ്റെ കുഞ്ഞപ്പാട്ട റോൾസ് റോയ്സ്. ചേട്ടാ എൻ്റെ RRR വല്ലതും പറഞ്ഞ RRR ഒരു സിനിമയില്ലേ, പിന്നെ അതങ്ങനെ റോൾസ് റോയ്സ് ആണ്. അതല്ല ഞാൻ പറഞ്ഞു. ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഗീസ്. ഇവനെന്താ ചേട്ടൻ വിളിക്കടാ. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. നമുക്കിവിടെ കയറ്റിടാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ ഇടാം. അവിടെ കയറ്റി ഇനി ഇടിച്ച് പഞ്ചാറ് ഗീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.